നമസ്കാരം ചേട്ടാ. നമസ്കാരം. പണികൾ എവിടം വരെ ആടാ? ഈ സൈഡിലുള്ള ജോലിയൊക്കെ തീർന്നു ചേട്ടാ. ഇനി ഈ സൈഡിലുള്ള ജോലി തുടങ്ങാനുണ്ട്. ഇനിയും കുറെ തീരാനുണ്ടല്ലോടാ. അവിടെ കുറച്ച് വെള്ളം വിടാനുണ്ട് ചേട്ടാ. ഓഹോ. ഹലോ. ആ പറയൂ വക്കീൽ സാറേ. കാശി സാറേ, നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. എന്താന്ന് പറയൂ. കോറിയുടെ മേലിൽ വിക്രം ഭായിയുടെ കണ്ണ് പതിഞ്ഞിട്ടുണ്ടത്രേ. കുറെ ദിവസമായി നോക്കിയിരിക്കത്രേ. ഇപ്പൊ സൈറ്റിലേക്ക് വരുന്നുണ്ടത്രേ. ആരാടാ ഈ വിക്രം ഭായ്? സിറ്റിയിലെ എല്ലാ കൺട്രോളും അവന്റെ കയ്യിലാണല്ലോ. അത്രയ്ക്ക് പവർ ഉണ്ടോ അവന്? കാശി സാറേ, അവൻ റൗഡിയല്ല, മാഫിയയാ. മാഫിയയുടെ ഡോണാ. എന്റെ വക്കീൽ താൻ മിണ്ടായിരിക്കും. മാത്രമല്ല കാശി സാറേ, ഇന്ത്യയിലുള്ള ഓരോ പൊളിറ്റീഷ്യനും അവന്റെ കൺട്രോളിലാ. അതിന് ഞാൻ എന്ത് ചെയ്യണമെന്നാ? പേടിച്ചകത്തിരിക്കണോ? ഭയപ്പെടുന്നു വേണ്ട കാശി സാറേ. എല്ലാം അവസാനിപ്പിച്ച് എവിടേക്കെങ്കിലും ഓടിപ്പോയിക്കോ. കാശ് പിന്നെ ഉണ്ടാക്കാം, പക്ഷെ ജീവൻ പോയാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. ബോംബിനും ഭീഷണിക്കൊന്നും മുട്ടുമടക്കുന്ന സാധാരണ കാശിയല്ല ഞാൻ. ഗംഗാപുരി കാശിയാ. വരട്ടെ, ഞാൻ ആരെന്ന് കാണിച്ചു കൊടുക്കാം. ഇവന്റെ പേരാണ് ടഗു, ഷാർപ്പ് ഷൂട്ടർ. വിക്രം ഭായിയുടെ അടുത്ത് 2 വർഷമായി ഇവൻ ജോലി ചെയ്യുന്നുണ്ട്. ഇവന്റെ പേര് ജാഫർ. ഇന്ത്യയിൽ ഫെയർ കറൻസി മാറ്റണമെങ്കിൽ, വെപ്പൺ സപ്ലൈ നടക്കണമെങ്കിലും ഇവൻ മുഖേന മാത്രമേ നടക്കുകയുള്ളൂ. കാശി, ഈ ക്വാറി മര്യാദയ്ക്ക് ഞങ്ങളുടെ പേരിൽ എഴുതി വെച്ചേക്ക്, അല്ലെങ്കിൽ നിനക്ക് നിന്റെ ജീവൻ നഷ്ടപ്പെടും. എന്റെ പൊന്നനിയന്മാരെ, ഞാൻ പറയുന്നതൊക്കെ, എന്റെ കല്യാണം കഴിഞ്ഞ് കുറച്ചു നാളെ ആയുള്ളൂ. ഞാനൊരു പാവോ, എന്നെ വിട്ടേക്ക്. എന്റെ ആകെയുള്ള സമ്പാദ്യമായി ഈ ക്വാറി, എന്നെ വിട്ടേക്ക്. ഇങ്ങനെയൊക്കെ പറയുമെന്ന് കരുതിയല്ലടാ. ക്വാറി നിന്റെ അപ്പന്റെയും അപ്പൂപ്പന്റെയും മകനാണോ നിനക്ക് എഴുതിത്തരാൻ? കാശി, നീ വലിയ തെറ്റാ ചെയ്യുന്നത്. എന്റെ പൊന്നനിയാ, എന്നെ വിട്ടേക്കനിയാ. എവിടെ വേണേലും ഞാൻ ഒപ്പിട്ട് തരാം. ഓരോപ്പല്ല 2 ഒപ്പിട്ട് തരാം. നിന്റെ ദൈവത്തിനോട് നല്ലോണം പ്രാർത്ഥിച്ചോ ആയുസ് വർദ്ധിക്കാൻ. ബായന്റെ കൂടെ വല്ല പ്രശ്നത്തിന് നിന്നാ പിന്നെ നിന്റെ ജീവൻ. എന്തിനാടാ ഇങ്ങനെ അടിച്ചത്? മര്യാദക്ക് വിളിച്ചപ്പോ ആള് വലിയ വീരവാദം മുഴക്കി, അതുകൊണ്ട് പിടിച്ചോണ്ട് വന്നതാ. നീ ഇത് കണ്ടില്ലേ? നമ്മൾ വിളിക്കുമ്പോ ഓടി വരാൻ ഇദ്ദേഹം എന്താ സാധാരണ ആളാണ്? എന്താ സാറേ അങ്ങ് എഴുന്നേറ്റത്? ഇരുന്നാട്ടെ. എടാ, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കമ്മീഷണറാണ്, ട്രെയിൻഡ് അറ്റ് ജാർഖണ്ഡ്. ഇതാ നോക്ക് സാറേ, ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കാത്ത ഒരു സത്യം പറയട്ടെ. ഒരു മനുഷ്യൻ ജീവിതത്തിൽ മുന്നേറുവാൻ ഓടിക്കൊണ്ടേയിരിക്കും. പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു 10th ക്ലാസ് പയ്യനുണ്ടെങ്കിലേ അവന്റെ ലക്ഷ്യം എന്തായിരിക്കും? എക്സാമിൽ സ്റ്റേറ്റ് റാങ്ക് വാങ്ങണമെന്നാണ്. ഒരു യുവാവിന് എന്തായിരിക്കും ആഗ്രഹം? നല്ല സുന്ദരിയായ ഒരു പെണ്ണ് ഭാര്യയായി വരണമെന്നല്ലേ? നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? സ്ട്രിക്റ്റ് പോലീസ് ഓഫീസർ ആകണമെന്നാണ് ആഗ്രഹം. അതുപോലെ എനിക്കും ഒരു സ്വപ്നമുണ്ട്, ലോകത്തിലെ തന്നെ നമ്പർ 1 ഡോൺ ആകണമെന്ന്. ഹാപ്പിയായി എന്റെ റേഞ്ചിന് 3 കൊലയും 4 റേപ്പും ചെയ്തുകൊണ്ടിരുന്നപ്പോ നിങ്ങളെപ്പോലുള്ള പോലീസുകാരൻ നായെ പോലെ കുറുക്ക വരികയാണ്. നീ കുറുക്ക വരാതിരിക്കാൻ നിനക്ക് എത്ര രൂപയാ വേണ്ടത്? ഏയ്, നിന്റെ ഈ പണം മേടിക്കുന്ന രാഷ്ട്രീയക്കാരും പോലീസുകാരും ഒക്കെ ഉണ്ടാവും, പക്ഷെ എന്നെ അതിന് കിട്ടില്ലടാ പട്ടി. നീ പറയുന്നതൊക്കെ അക്ഷരം പ്രതി അനുസരിക്കാൻ എന്നെ കിട്ടില്ലടാ, മനസ്സിലായോ? എന്താടാ ഇത്? വലിയൊരു ഓഫീസർ ആണെന്ന് കരുതി ബഹുമാനിച്ച് ഇരുത്തി സംസാരിച്ചോണ്ടിരുന്നാലേ അവൻ നമുക്ക് പണി തരാൻ നോക്കിയല്ലേ? ഇത് ഇവന്റെ തെറ്റല്ലടാ, ഈ ഡ്രസ് ഇട്ടിരിക്കുന്ന എല്ലാവരുടെയും തെറ്റാ. സിൻസിയറിറ്റി എന്ന് പറയും. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഇതാ നോക്കിയ സർ, ഇയാള് ജോബിൽ വളരെ സിൻസിയർ ആയിരുന്നു, മരിച്ചുപോയി. ഏയ്, എടുത്തോണ്ട് പോടാ. ബ്രേക്കിംഗ് ന്യൂസ്. ഹായ്. ഹലോ. കൺഗ്രാറ്റ്സ് അലിയ. അങ്ങനെ നീ പ്രൊമോഷൻ മേടിച്ചു അല്ലേ? അതൊക്കെ ഞാൻ കാരണം സംഭവിച്ചത്. എനിക്ക് നീ കൺഗ്രാറ്റ്സ് ചെയ്യണം. എന്തിനാടാ? നിനക്ക് ആ കാര്യം അറിയില്ലല്ലേ? ഇവനവന്റെ മുറപ്പെണ്ണിന്റെ കൂടെ കല്യാണം നിശ്ചയായി. ഈ ലോകത്തുള്ള എല്ലാവർക്കും കല്യാണാകും, എന്നെ ഒഴിച്ചു. എന്ത്? കൺഗ്രാറ്റുലേഷൻസ്. ഓ, താങ്ക് യു. മണ്ടനൊന്നും മനസ്സിലായിട്ടില്ല. ഓക്കേടാ, ബൈ 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 സ്വപ്ന. ബൈ. എടാ മച്ചു, നമ്മുടെ കല്യാണം എപ്പോഴാ? ആഹാ, നീ അങ്ങനെ സംസാരിക്കുമ്പോ മനസ്സിന് എന്ത് സുഖമായിരുന്നു.
ആ കോറിയുടെ കാര്യമെല്ലാം ക്ലിയർ ചെയ്തേക്ക്. നമസ്കാരം ബായ്. മിനിസ്റ്റർ സാറേ ഇരുന്നാട്ടെ. എന്താ മിനിസ്റ്റർ പെട്ടെന്ന് ഇങ്ങോട്ട്? ആ മോളുടെ കല്യാണം നിശ്ചയിച്ചു. ഓ കൺഗ്രാചുലേഷൻ. നിങ്ങളുടെ മകളുടെ പേരിലാ കോറി രജിസ്റ്റർ ആയിരിക്കുന്നത്. രംഗ, പേപ്പേഴ്സ്. ഓ താങ്ക് യു വെരി മച്ച്. നിന്റെ ആവശ്യം ഞാൻ അറിയേണ്ട ആവശ്യമില്ല. എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാനത് തന്നു. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നമസ്കാരം ബായ്. നമസ്കാരം. നിങ്ങൾ പറഞ്ഞ വെപ്പൺസ് ഒക്കെ എത്തി. എവിടെയാ ഡംപ് ചെയ്യേണ്ടത്? ടഗ്ലു, ബായ് എന്താ പറയുന്നത്? ചരക്ക് ഗോഡൌണിലേക്ക് മാറ്റാൻ പറഞ്ഞത്. ഓ, ആരെയാ വേണ്ടത്? ബായിനെ കാണാനാ. ബായ് ബിസിയാണ്. നമ്മുടെ ആള് തന്നെയാ. വിളിച്ചോണ്ട് പൊയ്ക്കോ. ശരി, വരൂ. നമസ്കാരം ബായ്. നമസ്കാരം ബായ്. വാടോ. ബായ്, ആ എക്സ് മിനിസ്റ്ററിനെ ഇല്ലാതെയാക്കണം. മാറ്റർ എന്താ? ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് അനാവശ്യമായിട്ട് പലതും പറഞ്ഞു നടക്കുന്നു. അതുകൊണ്ടാണ് ബായ് അഡ്വാൻസും കൊണ്ട് ഞങ്ങൾ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. ബായ് ശങ്കർജി ലൈനിലുണ്ട്. ആ പറയൂ ശങ്കർജി. ആ നമ്മുടെ പിള്ളേര് പറഞ്ഞല്ലോ അല്ലേ? ശരി, ഞാൻ നോക്കിയോളാം. അതല്ല ബായ്, ഏയ് പറഞ്ഞില്ലേ, ഡോണ്ട് ഇറിറ്റേറ്റ് മീ. ചെയ്തേക്കാം. മറ്റന്നാൾ അവരുടെ പാർട്ടിയുടെ മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ ഉടനെ തീർത്തേക്കണം. ഓക്കെ. ടോണി, ആ ബായ്. ആ എക്സ് മിനിസ്റ്റർ ഡേറ്റ് എക്സ്പീരി ആയിപ്പോയി. ഡൽഹി കേസ് കഴിഞ്ഞ ഉടനെ ഒന്നേക്ക്. ശരി ബായ്. ആ നമസ്കാരം. ചേട്ടാ, ഷമീർ എവിടെ? ഷമീറോ? ആ ഇപ്പൊ വരും. പുറത്തു വരിക. ഹലോ. ബായ്, ഞാൻ എസ് ഐ സംസാരിക്കുന്നത്. ആ? ടി വി ഓൺ ചെയ്തേ. എന്തിന്? ഓൺ ചെയ്ത് നോക്ക് ബായ്, അപ്പോഴേ മനസ്സിലാവും. ആലോചിച്ച് നിൽക്കാതെ പെട്ടെന്ന് ടി വി ഓൺ ചെയ്യ് ബായ്. ടി വി ഓൺ ചെയ്തേ. മാഫിയ ഗ്യാങ് വിക്രം ഭായിയുടെ റൈറ്റ് ഹാൻഡ് മരിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള വിശദീകരണത്തിന് വേണ്ടി ഞങ്ങളുടെ റിപ്പോർട്ടർ വിമല ലൈനിൽ കാത്തിരിക്കുന്നു. പറയൂ വിമല, എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത്? എങ്ങനെയാണ് നടന്നത്? എപ്പോഴാണ്? ഒന്ന് വിശദീകരിക്കാമോ? എന്റെ ആൾക്കാരെ കൊന്നത് ആരാണെന്ന് ചെല്ല്. ആ ബായ്. ബായ്, ഷമീർ എവിടെ പോയിന്ന് അറിയില്ല ബായ്. ബായ്, ഏയ് എന്തു പറ്റി? ഷമീർ മരിച്ചു ബായ്. എന്തുകൊണ്ട് ഇക്കാര്യം എന്നോട് പറഞ്ഞില്ല? ബായ് അതുകൊണ്ടാ പറയാഞ്ഞത്. ആയിരക്കണക്കിന് ഭൂമി വെട്ടിപ്പ് കയ്യേറ്റ കേസിൽ പ്രതിയായ ഷമീറിന്റെ മൃതദേഹം കൽക്കോറിയിൽ നിന്ന് കണ്ടെടുത്തു. ആരായിരിക്കും വിക്രം ഭായിയുടെ ആളുകളെ കൊന്നത്? ആഹാ, ബായ് വിളിക്കുന്നു. ഹലോ മിനിസ്റ്റർ, സിറ്റിയിൽ എന്താ സംഭവിച്ചോണ്ടിരിക്കുന്നേ? നീയൊക്കെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ബായ് അത് അന്ന് ഷമീർ, ഇന്ന് ടോണി. എന്തിനാ നിന്റെ ഗവൺമെന്റും പോലീസും ഒക്കെ? എന്റെ ആൾക്കാർ ഓരോരുത്തരും ചത്തോണ്ടിരിക്കുക. ആരാണ് കൊല്ലുന്നതെന്ന് അറിയണം, ഇല്ലെങ്കിൽ നീ ചാവും. ഇവൻ എന്തൊരു ഭ്രാന്തനാ! ഇവന്റെ ആളുകളെ വേറെ ഏതോ ഭ്രാന്തൻ കൊന്നതിന് എന്നെ കൊല്ലുമെന്ന് ഇവൻ ഭീഷണിപ്പെടുത്തുക. ഞാനിപ്പോ എന്താണാ ചെയ്യേണ്ടത്? വിയെ, പോലീസ് ഉണ്ടല്ലോ സാറേ. ആ നിനക്ക് ബുദ്ധിയുണ്ട്. എന്താടോ DGP, താനും തന്നെ പോലീസും എന്ത് ചെയ്തോണ്ടിരിക്കുക? സിറ്റിയിൽ ഓരോരുത്തരായി കൊന്നോണ്ടിരിക്കുകയാണല്ലോ. എന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്ത ജനങ്ങൾക്ക് ഞാൻ എന്ത് മറുപടി പറയാനാ? സാർ അത് ആ പറയേ. എന്താണെന്ന് വെച്ചാ, താൻ കാശ് മേടിച്ച് പോക്കറ്റിലിട്ട് AC-യിൽ കിടന്ന് ഉറങ്ങുകയാണല്ലേ? മീറ്റിംഗിന് ഏർപ്പാട് ചെയ്യേ. തിരക്ക് കഴിഞ്ഞ ഉടൻ തന്നെ മീഡിയയ്ക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. ലൈവിൽ കാണാം. സർ, തുടർച്ചയായിട്ടുള്ള കൊലപാതകങ്ങൾ കാരണം ക്രമസമാധാനം ആകെ ഇനി തകർന്നു. ഇതുപോലെ ഒന്നും നടക്കാതിരിക്കാൻ പോലീസ് വേണ്ട നടപടി എടുത്തോളൂ. അപ്പൊ ഇതുവരെ നടന്ന കൊലപാതകത്തിന് എന്ത് തീരുമാനം സാർ എടുത്തിരിക്കുന്നത്? ഓൾറെഡി ഈ കേസ് CBI ഏറ്റെടുത്തു കഴിഞ്ഞു. കൊലപാതകം ആര് ചെയ്താലും അവരുടെ മേൽ നടപടി എടുത്തിരിക്കും. ഈ കേസ് അന്വേഷിക്കാൻ CBI ഏൽപ്പിക്കുന്നു സർക്കാർ. ഹലോ
ശിവാജി എവിടെയാ ഉള്ളത്? മിനിസ്റ്ററിന് സെക്യൂരിറ്റി ആയി വന്നിരിക്കുക സാറേ. ഓക്കെ. ആ കൊലക്കേസിന് ഡൽഹിയിൽ നിന്നും സ്പെഷ്യൽ ഓഫീസറിന് അപ്പോയിന്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അയാൾക്ക് ആ കേസ് ഡീറ്റെയിൽ കൊടുക്കണം. ഓക്കെ സാർ. ഞങ്ങളെ കൊണ്ടൊരു ചൊക്കും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോ അവൻ വന്ന് എന്താണോ ചെയ്യാൻ പോകുന്നത്? ഗുഡ് മോർണിംഗ് സാർ. ദിസ് ഈസ് ശിവാജി താങ്കളെ സാർ. പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ എംപിയുടെ മകളെ കിഡ്നാപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് താങ്കൾ. Yes, sir. നൈസ് മീറ്റിംഗ് യു. ദിസ് ഈസ് അവർ ടീം സാർ. ഹലോ. ഹലോ സാർ. വിക്രം സാർ. ഹരി സാർ. രാജു ഹലോ. സർ. ഓക്കെ ബോയ്സ്, വി അലർട്ട്. ദിസ് ഈസ് കേസ് ഫയൽ സാർ. ഡീറ്റെയിൽസ് ഇതിലുണ്ട് സാറേ. വിക്രം ഭായ് ആക്ടിവിറ്റീസ് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? വിക്രം ഭായിന്റെ ലൈഫ് തുടങ്ങിയത് ഹൈദരാബാദിലാണ് സാർ. മാത്രമല്ല രാഷ്ട്രീയക്കാരുടെ വലിയ സപ്പോർട്ട് അയാൾക്കുണ്ട്. ഇപ്പം വിക്രം ഭായ് കൊച്ചിയിലുണ്ട് സാർ. ഇവിടെ അവന്റെ ബിസിനസ് ടോണി ഷമീറാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വിക്രം ഭായ്ക്ക് ഓപ്പോസിറ്റ് ഗ്യാങ് ലീഡർ ആരാണ്? ഖാദർ സർ. പക്ഷെ റീസെന്റ് ആയിട്ട് ഖാദറിനെ വിക്രം ഭായ് കൊന്നു കളഞ്ഞു. ഡെഡ് ബോഡി എവിടെയാണ് കിട്ടിയത്? ഷമീറിന്റെ ഡെഡ് ബോഡി ചാലക്കുടിക്ക് അടുത്തൊരു ക്വാറിന്നാണ് കിട്ടിയത്. ടോണിയുടെ ഡെഡ് ബോഡി സിറ്റിക്ക് പുറത്തായിരുന്നു സാർ. ഓക്കെ, എനിക്ക് ആ ഡെത്ത് സ്പോട്ട് ഒന്ന് കാണണം. സാർ. ചേട്ടാ ചേട്ടാ, അനിയ, എന്താ പറ്റിയത്? എന്ത് പറ്റിയെന്ന്? ആ കലിൽ എന്നെ തടഞ്ഞു നിർത്തി. ഏയ്, അവന്റെ അനുജനെ കൊന്നതിന് ശേഷം അവന്റെ അഹങ്കാരം അടങ്ങിയിട്ടില്ല. അവനെ കൊന്നേക്ക്. അവനെ കൊന്നു കഴിഞ്ഞു. കൊന്നു? ആരാടാ? ആ ഡുഗുലു. ദുഗ്ലു? അതെ ചേട്ടാ. അതാരാടാ? ദേ 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 ഇവനാ. എന്റെ കൂട്ടുകാരൻ. ഇവന് സ്വന്തം എന്ന് പറയാൻ ആരും ഇല്ല ചേട്ടാ. നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാം. ചേട്ടാ, ഏയ്, ഈ തൊഴിൽ ചെയ്യണമെങ്കിൽ ജീവനിൽ പേടിയുണ്ടാവാൻ പാടില്ല. മരിക്കാൻ പേടിക്കുന്നവന് ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഒരു സ്ഥാനവുമില്ല. ഏയ്, ഇത് ഗണ്ണ് നോക്ക്. ഇതിൽ 3 ബുള്ളറ്റ്സ് ഉണ്ട്. നിനക്ക് 2 സന്ദർഭം തരാം. നിന്റെ സമയം നന്നായിരുന്ന ഞങ്ങളുടെ ഗ്രൂപ്പിൽ, ഇല്ലെങ്കിൽ ശ്മശാനത്തിലേക്ക്. വളരെ നല്ലത്. നിനക്ക് ധൈര്യമുണ്ട്. നീ ഇന്നു മുതൽ എന്റെ ഗ്യാങ്ങിൽ ഒരുത്തന്. ഇതാണ് സാറേ ഷമീറിന്റെ ഡെഡ് ബോഡി കിട്ടിയ സ്ഥലം. ഓക്കെ, ഇവിടുന്ന് ഒരു എവിഡൻസ് കിട്ടിയിട്ടില്ല സാറേ. അത് ശരി. ആൻഡ് പർട്ടിക്കുലറായി നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ ക്ലൂസ് കൊല നടന്ന സ്ഥലത്താണ് അന്വേഷിക്കാറുള്ളത്. കൊല നടന്ന സ്ഥലത്തു നിന്നും ആൾമോസ്റ്റ് ഹാഫ് ആൻ അവർ ദൂരം ഇവിടേക്കുണ്ട്. എന്നുവെച്ചാൽ ടോണിയുടെ കില്ലർ ആൾറെഡി കുറെ നേരമായി ഇവിടെ വെയിറ്റ് ചെയ്ത് കാണും. ഇത്രയും തറപ്പിച്ച് എങ്ങനെ സാറേ പറയുന്നത്? സിമ്പിൾ, ഇവിടേക്ക് നോക്കൂ. കില്ലർ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വലിച്ച സിഗരറ്റാണിത്. വളരെ ക്ലിയർ ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് സാർ. അവൻ എത്രത്തോളം ബുദ്ധിശാലിയാണെങ്കിലും ശരി, എവിടെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്ത് കാണും. എവിടെയായിരിക്കും ചെയ്തിരിക്കുക? യെസ്, CCTV ക്യാമറ. നിങ്ങൾക്ക് മനസ്സിലാവാത്ത മറ്റൊരു എവിഡൻസ്, CCTV ക്യാമറ ഫുട്ടേജ്. അന്ന് ഇവിടെ എന്താണോ സംഭവിച്ചത് അത് മുഴുവനും അതിൽ റെക്കോർഡായി കാണും. ബ്രിങ് ദാറ്റ് ഫുട്ടേജ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ? യെസ് സർ. ഈ അലക്സാണ്ടറിന്റെ അടുത്തു നിന്നും ആ കില്ലർ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഗുഡ് മോർണിംഗ് സാർ. ഇയാളാണ് ഡോക്ടർ ഹരിചന്ദ്ര പ്രസാദ്. ടോണിക്കും ഷമീറിനും പോസ്റ്റ്മോർട്ടം ചെയ്തത് ഇദ്ദേഹമാണ്. ഹലോ സാർ, നൈസ് ടു മീറ്റ് യു. ഹലോ സാർ.
ദിസ് ഈസ് കേസ് റിപ്പോർട്ട്. ഓക്കെ സർ. ദിസ് ഈസ് വെരി ടിപ്പിക്കൽ കേസ്. രണ്ട് കേസിലും സിമിലാരിറ്റി ഒരുപാടുണ്ട്. ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അവൻ അതാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. വാട്ട് ആർ യു സേയിങ് ഡോക്ടർ? ഓപ്പണായിട്ട് പറയുവാണെങ്കിൽ വിശന്നിരിക്കുന്ന ഒരു പുള്ളിപ്പുലിക്ക് ഒരു മാൻകുട്ടിയെ കിട്ടിയാൽ എത്ര വിശ്വാസത്തോടെ അതിനെ വേട്ടയാടുമോ അതുപോലെയാണ് അവൻ കൊന്നിരിക്കുന്നത്. ഇൻഫർമേഷന് വളരെ നന്ദിയുണ്ട് സർ. ഓക്കെ, ബൈ. ഇവന്മാരെ അത്രയ്ക്ക് ടാർഗറ്റ് ചെയ്ത ആ വേട്ടക്കാരൻ ആരായിരിക്കും? ഇവിടെ എന്തിനാ വന്നത്? ഭായ്, AI സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അലക്സാണ്ടർ. നമ്മുടെ ആൾക്കാരുടെ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ഇയാളാണ് ഭായ്. എവിടെ നിന്നാ ഇവൻ വന്നിരിക്കുന്നത്? ഡൽഹിന്നാ ഭായ്. ഓക്കെ, ഇവനെ ഫോളോ ചെയ്യും. എന്ത് ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും എന്നെ അറിയിക്കണം. എങ്ങനെ ഭായ്? ഇന്ത്യയിലുള്ള ഓരോരുത്തർക്കും ഓരോ വീക്ക്നെസ് ഉണ്ട്. ഇവനും ഒരു വീക്ക്നെസ് കാണും. അതെന്താണെന്ന് കണ്ടുപിടിക്കുക. ഇൻഫർമേഷൻ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ ഓക്കെ ഭായ്. സാർ, ആ പ്രതാപിന്റെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല. സാർ എന്താ ഒരു ആക്ഷൻ എടുക്കാത്തേ? ഇപ്രാവശ്യം കംപ്ലൈന്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകും. പ്രതാപ്, എന്നെ വിട്ടേക്കിടാ. എന്നോട് ക്ഷമിക്ക്. എന്താടാ, പ്രിൻസിപ്പള് കംപ്ലൈന്റ് എടുത്തില്ലെങ്കിൽ പോലീസ് കംപ്ലൈന്റ് കൊടുക്കുന്നു പറഞ്ഞോടാ. ഇപ്പൊ നിന്റെ തല പൊട്ടിച്ചു തരാം. പോയി രണ്ടത്തിനും ചേർത്ത് കംപ്ലൈന്റ് കൊടുക്കടാ. എടാ, അവനെ വിട്. ഇങ്ങോട്ട് വന്നേ. ഒരു പ്രാവശ്യം കൂടി നീ ഇങ്ങനെ ചെയ്ത കൊന്നു കളയണം നിന്നെ. എടാ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എപ്പോ നോക്കിയാലും അടിയും കുത്തുമായിട്ട് നിന്റെ കരിയർ നശിപ്പിക്കാതെ. വാ, ക്ലാസ്സിൽ പോവാം. അർജുൻ, എന്തു പറ്റിയടാ? എന്തിനാടാ കരയുന്നത്? ഞാൻ തോറ്റു. അത് പുതിയതൊന്നുമല്ലല്ലോ. എവിടെയുണ്ട്? അവിടെ ഉണ്ട്. അറ്റാക്ക്. കുടിച്ചോ ചിറ്റപ്പാ? എന്താ ചിറ്റപ്പനും മോനും കൂടെ ചേർന്ന്
അവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുവാ? അത് വേറൊന്നുമല്ല, അർജുൻ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോ കുറച്ച് ബ്രൂ കാപ്പി കലക്കി കൊടുത്തതാ. ഒന്ന് വേഗം അതെ കുടിക്കുമോ? ചേച്ചി. ആണോ? രാത്രി വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ടും ഇപ്പൊ അവന് വിശക്കുന്നോ? ചേച്ചി, വേണ്ട. ചേച്ചി, വേണ്ട. ഇപ്പൊ എങ്ങോട്ടാ പോകുന്നത് ഞാൻ ഒന്ന് കാണട്ടെ. നിങ്ങളെയൊക്കെ ഉണ്ടല്ലോ. എന്താ ചുറ്റപ്പാ, ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഇങ്ങനെ മധുരമിട്ട് കോഫി കുടിക്കുന്നത്? എന്ത് ചെയ്യാനാ, ഞാനൊരു ബാച്ചിലർ അല്ലേ. ജീവിക്കുന്നിടത്തോളം സന്തോഷമായിട്ട് ജീവിക്കാന്ന് കരുതുന്നു. നിന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ അതൊക്കെ ഉപേക്ഷിക്കാം. അതല്ല ചുറ്റപ്പാ, നിങ്ങളുടെ ആരോഗ്യത്തിനെ കുറിച്ച് ഓർത്തിട്ടല്ലേ? ഒരു പ്രാവശ്യം ക്ഷമിച്ചേക്ക്. ശരി, കുടിച്ചോ. താങ്ക് യു. Good morning. Good morning, madam. So, open your drawing sheet. സൂപ്പർ ആയിട്ടുണ്ടല്ലടാ ഡ്രോയിങ് ടീച്ചർ. എന്തൊരു പെണ്ണാടാ ഇത്. എന്താ പ്രതാപ്, എന്താ പ്രശ്നം? ഷീറ്റ് അങ്ങനെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കുവാണല്ലോ. ഡ്രോ ചെയ്യുന്നില്ലേ? എനിക്കിത് ഫസ്റ്റ് ടൈമാണ് മാം. ഓ, അത്രയ്ക്കും ഫ്രഷ് ആണോ? എന്നാ ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താ മേഡം? ഇഞ്ചിൻ. ഇതെന്താന്ന് അറിയോ? അറിയില്ല മാം. സർക്കിൾ. ഇപ്പോ ഇതെന്താന്ന് മനസ്സിലായോ? വീണ്ടും ഒരു സർക്കിൾ. ഇല്ല, സെന്റർ. എത്ര സർക്കിൾ ഉണ്ടെങ്കിലും ഒരു സെന്റർ ഉണ്ടാവുള്ളൂ, മനസ്സിലായോ? ഓക്കെ ഓക്കെ മാം. ഇവളാള് കൊള്ളാലോ. കല്ല, എന്താ നോക്കുന്നത്? സോറി മാം. സോറി എന്തിനാ? നീ നോക്കിയത് ഈ സെന്ററിലേക്കാണോ? നോ 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 നോ. യെസ് മാം. ഇതെന്താന്ന് നിനക്കിപ്പോ മനസ്സിലായി കാണുമല്ലോ. അതെ മാഡം, സ്ട്രെയിറ്റ് ലൈൻ. അമ്മോ, സൂപ്പർ. ഈ സ്ട്രൈറ്റ് ലൈന് സെന്ററിലേക്ക് കൊണ്ടുവന്നാലോ? നോക്കാം മാം, നോക്കാം. എന്താ, ബോയ് ഫ്രണ്ടായിട്ട് ചാറ്റിംഗ് ആണോ? ഇല്ല, ഗേൾ ഫ്രണ്ട് ആയിട്ട് മീറ്റിംഗ്. സോഫ്റ്റ്വെയർ കമ്പനീസിലെ വേക്കൻസി വന്നിട്ടുണ്ട്, അത് ട്രൈ ചെയ്യുക. എന്ത്, കൊച്ചിയില് ജോലിയോ? കേക്കും. എന്താ ഇവിടെ ജോലി എന്നൊക്കെ പറയുന്നത് കേട്ടു. മേഡം ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നോ? ആഹാ, നിനക്ക് മനസ്സിലായി അല്ലേ? എന്താടി, സത്യാണോ? എന്താടാ, എനിക്ക് ജോബ് ചെയ്തൂടെ? എനിക്ക് അതൊന്നും ഇഷ്ടല്ല. എനിക്കും ഇഷ്ടമല്ല. അതെന്താ ചിറ്റപ്പാ ഇഷ്ടല്ലെന്ന് പറയുന്നത്? സോഫ്റ്റ്വെയർ ജോബ് ചെയ്യുന്നത് എന്റെ ഡ്രീമാ. വേണമെങ്കിൽ 1 year ജോബ് ചെയ്തിട്ട് ഞാൻ വിട്ടേക്കാം. പ്ലീസ് പ്ലീസ് ചിറ്റപ്പാ, പ്ലീസ്. ശരി പോട്രാ, 1 വർഷമല്ലേ, നോക്കാം. ഓൾറെഡി അപ്ലൈ ചെയ്തില്ലേ? ചെയ്യട്ടെ. അളിയാ, അങ്ങോട്ട് നോക്കിയേ, ഒരു അടിപൊളി ചരക്ക്. ഇവളാരായി പുതിയ പെണ്ണ്? എടി പെണ്ണേ, ഇങ്ങോട്ട് വാ. എന്തേ, സീനിയേഴ്സ് ആണോ? കൊള്ളാലോ, അതേടാ മച്ചു. പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചല്ലോ. അതേലോ. എന്റെ കൂട്ടുകാരന് ഒരു ഉമ്മ കൊടുത്തിട്ട് നീ നിന്റെ ക്ലാസ്സിലേക്ക് പോക്കോ. ഓൺലി കിസ്സിംഗ്. കിസ് ചെയ്യാൻ നീ റെഡിയാണോ? യാ. എന്തടി സൗന്ദര്യ, എന്താ ഡൗട്ട്? സർ, എനിക്ക് സി ലാംഗ്വേജ് ഭയങ്കര കഷ്ടമായിട്ടുണ്ട്. പ്രോഗ്രാമിംഗ് ഒട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയെങ്കിലും നിങ്ങൾ വേണം ഹെൽപ്പ് ചെയ്യാൻ. ഈയിടയ്ക്ക് ഒലിപ്പീരി കൂടുന്നുണ്ടല്ലേ? എടി, നിനക്ക് സി ലാംഗ്വേജ് വരുന്നില്ലെങ്കിൽ ഏതെങ്കിലും ട്യൂഷന് തപ്പി പോയാ പോരെ? 4th ഇയറിൽ സി ലാംഗ്വേജ് എന്താ? ഇത് നോക്ക് സൗന്ദര്യ, ഒരു സി ലാംഗ്വേജിൽ മാത്രമല്ല, എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചാ മതി. കൈ എടുക്ക്. ഇനി എന്റെ മേത്ത് കൈ വെച്ച് നിന്റെ കൈ ഒടിച്ചു കളയും ഞാൻ. നീ അതൊന്നും കാര്യാക്കണ്ട. ഇത് കോളേജ് ആണോ അതോ വല്ല പാർക്കും ആണോ? ഒരുപാട് കൂടുന്നുണ്ട്.
നിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്നാലും നിന്റെ ബിഹേവിയർ സി ക്ലാസ്സിനെ പോലെ തന്നെയാ. ആര്? ഞാനോ? അവള് നോക്കൂ സൗന്ദര്യ, കോളേജിൽ ഒരുപാട് പേര് കൂട്ടുകാരുണ്ടാവും, പക്ഷെ നല്ല ആൾക്കാരുടെ ഒപ്പം വേണം ഫ്രണ്ട്ഷിപ്പ് വെക്കാൻ. അങ്ങനെ ചെയ്തിട്ടാണല്ലോ ഇപ്പൊ എല്ലാം നാശായത്. പിള്ളേർ തന്നെ അങ്ങനെയാ. ഒന്ന് ചിരിച്ചു കാണിച്ചാൽ മതി, കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചെന്നിരിക്കും. പെണ്ണുങ്ങളാണെങ്കിലോ സെൽഫോൺസ് മാതിരിയാ. ആവശ്യമുണ്ടെങ്കിൽ 12 സിം മെയിൻറ്റെയിൻ ചെയ്യും. ആണുങ്ങളോ സെൽ ടവർ പോലുള്ള ആൾക്കാരാ. എത്ര കണക്ഷൻസ് വേണമെങ്കിലും എടുക്കും, എത്ര സിഗ്നൽസ് വേണമെങ്കിലും കൊടുക്കും. നന്നായി. താങ്ക് യു It's സർ. okay, സൗന്ദര്യ. നിങ്ങളുടെ നമ്പർ 9000075547. കണ്ടില്ലേ? നിന്നെ മുന്നിൽ വെച്ച് നമ്പർ കൊടുക്കുന്നത്. പതുക്കെ സൗന്ദര്യ. എന്ത് ചെയ്തല്ല അർജുൻ അഡ്വാൻറ്റേജ് ആക്കി മാറ്റുകടാ. കണ്ടില്ലേ നെറ്റ്വർക്ക് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ ബൈ. ബൈ. എന്റെ ദൈവം എങ്ങനെ രക്ഷപ്പെട്ടു. ഹലോ മാഡം, എന്താ എന്താ ചേച്ചി? കണ്ടില്ലേ അവള് ബന്ധം സ്ഥാപിക്കാൻ നോക്കുന്നേ? ആരടി നിന്റെ ചേച്ചി? ഇനിയൊരു തവണ എങ്ങനെ നീ അർജുനെ വിളിക്കോ അതോ അർജുൻ നിന്നെ വിളിക്കോ ചെയ്താ രണ്ടിന്റെ ഫോൺ ഞാൻ പൊട്ടിച്ചു കളയും. മാറി നിക്കടി. സ്വപ്ന, ഞാനൊരു കാര്യം പറയട്ടെ, ദേഷ്യപ്പെടരുത്. പറ. അർജുനോട് നിനക്ക് ഇത്രയും ഇഷ്ടമുണ്ടെങ്കിൽ നിനക്കൊന്ന് സംസാരിച്ചൂടെ? തെറ്റ് ചെയ്തത് അവനാ, ഞാനല്ല. അവൻ മറ്റൊരുത്തിയുടെ കൂടെ പോയപ്പോ നിനക്ക് വിഷമം വന്നില്ലേ? അതെ. എന്ന് കൺഫേം ആയി. എന്താടി കൺഫേം? എന്തോന്നാ? നീ അവനെ സ്നേഹിക്കുന്നു എന്നുള്ളത് കൺഫേം ആയി. ഇല്ല. ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട്. ഇല്ല ഇല്ല ഇല്ല. എടാ, നീ ഇന്ന് കോളേജിൽ പോകുന്നില്ല? വരുമ്പോ എന്നും വൈകും. നേരത്തെ പോകാനെങ്കിലും നോക്ക്. ഇരുന്നോളും. അർജുൻ, ഞാൻ പോയിട്ട് വരട്ടെടാ. ശരി ചേച്ചി. ഞാൻ പോകുന്നതില് എനിക്ക് വിഷമമൊന്നുമില്ലേ? എന്തിനാ വിഷമിക്കണ ചേച്ചി? നീ കല്യാണം കഴിച്ച നേരം അമ്മായിയമ്മയുടെ വീട്ടിൽ പോകണം, പിന്നെ എന്തിനാ വിഷമിക്കണേ? മോളെ, ഇവനോട് സംസാരിക്കണമെങ്കിൽ ഫോണിൽ സംസാരിക്കാലോ. ബസ്സിന് സമയമായി, പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്. ശരി ചിറ്റപ്പാ. ആർക്കും ടൈം സെൻസ് ഇല്ല. സ്വപ്ന, വർക്ക്ഷോപ്പിലെ അർജുൻ പ്രതാപം അടിവിടുന്നു. ഓ ഷിറ്റ്. ഇന്നത്തോടെ ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം. അർജുൻ 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 അർജുൻ. ഇവിടെ അർജുനെ കാണുന്നില്ലല്ലോ. അർജുനെയാണോ നിനക്ക് ഇഷ്ടം? അതല്ല പ്രതാപ്. നിർത്ത്. എന്നെ കണ്ട നിനക്കെന്താ ഭ്രാന്തനെ പോലെ തോന്നുന്നുണ്ടോ? നിന്നെ ഇങ്ങനെയല്ലടേ. നിന്നെ റേപ്പ് ചെയ്യുന്നവർക്ക് എനിക്കൊരു ആശ്വാസം ഉണ്ടാവില്ല. ഏയ്! ഇപ്പൊ എങ്ങനെയാടി പോവുക? എന്നെ വെറുതെ വിടില്ലടാ. ഇവൻ എന്റെ ഫ്രണ്ടാടാ.
സ്വപ്ന നിക്ക്. ഒന്ന് പോ. സ്വപ്ന, എനിക്ക് നിന്നോടൊരു സത്യം പറയണം. അന്ന് എന്താ സംഭവിച്ചെന്ന് വെച്ചാ, മറ്റുള്ളവരുടെ ഫീലിങ്സ് വെച്ചാണോ നിന്റെയൊക്കെ കളി? സോറിടാ അർജുൻ. എന്തിനാടാ സോറി പറയുന്നത്? നീ മാറിയില്ലേ, അത് മതി എനിക്ക്. നമുക്കൊന്നും കോളേജിനുള്ളിൽ ശത്രുക്കളായിരിക്കാൻ കഴിയില്ലടാ. എല്ലാവരും സുഹൃത്തുക്കൾ ഞാൻ തന്നെയാ. കാരണമല്ലടാ നിന്റെ ലവ് ബ്രേക്കപ്പ് ആയത്. വീണ്ടും ഞാൻ കാരണം നിങ്ങൾ ചേരേണ്ടത്. സ്വപ്ന, Stupid. ഞാൻ സംസാരിച്ചില്ലെങ്കിൽ നീ എന്നോട് സംസാരിക്കില്ലേ? ഞങ്ങള് പയ്യന്മാര് പറയുന്നത് നിങ്ങൾ എപ്പോഴാ വിശ്വസിച്ചിരിക്കുന്നേ? ഇപ്പൊ ചോദിച്ചാലോ? ആ, ഇന്ന് നിന്റെ ചേച്ചിയുടെ ബർത്ത്ഡേയാ. നീ മറന്നോ അതോ ഓർമ്മ വെച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ട്. ഇന്ന് രാത്രി വിളിക്കണം. ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. ചേച്ചി ചിറ്റപ്പാ, അവളുടെ ബർത്ത്ഡേ എന്ന്. അത് ശരിയാണല്ലോ മോളെ. ഞാനാ മോളെ, ചിറ്റപ്പനാ സംസാരിക്കുന്നേ. സുഖല്ലേ മോളെ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല മോളെ. മോൾക്ക് സുഖമാണല്ലോ ആ, അല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ചേച്ചി, എന്തൊക്കെയാ വിശേഷങ്ങള്? ഓഫീസിൽ കുറച്ച് ലേറ്റ് ആയടാ. ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട്. ആ, പറയടാ. ഐ മിസ് യു ചേച്ചി. എന്നാ ഞാൻ വരട്ടെ. കുഴപ്പമില്ല ചേച്ചി, നീ സൂക്ഷിച്ചു പോ. ബായ്. ഞങ്ങളടുത്ത് വെപ്പൺസ് തന്നതിന് നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. താങ്ക്സ്. ഡീല് തീർന്നു. Cheers. Cheers. ഈ വിക്രം ഭായ് ഒരു പ്രാവശ്യം ഡീലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് ചരക്കായാലും ശരി, തീർച്ചയായും എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കും. Cheers. ബായ്. ഞാനും ഇയാളും ചോദിച്ചത് കൂട്ടിക്കൊണ്ടു വാടാ. എടാ, എന്നെ വിട്. എന്നെ വിടാനല്ലേ പറഞ്ഞത്? എന്നെ വിട്. വിട്. ആരാ നിങ്ങളൊക്കെ? എന്റെ പൊന്നു മോളെ, നീ എന്റെ കൂടെ ദുബായിലേക്ക് വാ. വിട്. പ്രശ്നം ഉണ്ടാക്കരുത്. വിടാനല്ലേ പറഞ്ഞു? ബഷീർ, അടിപൊളി സാധനം. എന്നെ വിട്. കൊള്ളാം കേട്ടോ. വിട്. വരാൻ. എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. എന്നെ വിട്. എന്നെ അടിച്ചോ നീ? അമ്മേ. ബായ്. എനിക്ക് ബായ്. എന്നെ വിട്. വിട്. വിടാനല്ലേ പറഞ്ഞ? വിട്. എന്നൊന്നും ചെയ്യരുത് പ്ലീസ്. എടുത്ത് കളഞ്ഞേക്ക്.
മധ്യത്തിൽ ദാരുണം, ആണുങ്ങളുടെ അട്ടഹാസത്തിന് ബലിയായ പെൺകുട്ടി. ഇതിനെക്കുറിച്ച് പോലീസുകാരുടെ മറുപടി എന്താണെന്ന് നോക്കാം. ഈ ഗാങ് റേപ്പ് രാത്രി 12 മണി തൊട്ട് 1 മണിക്കുള്ളിൽ നടന്നതായിട്ടാണ് ഇൻഫർമേഷൻ. കുറ്റവാളി ആരാണെന്ന് ഞങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും. മോളെ 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 അർജുൻ അർജുൻ എന്താ പറ്റിയ ചിറ്റപ്പ? എന്താ പറ്റിയേ? അയ്യോ ചേച്ചി, ചിറ്റപ്പ നമ്മുടെ ചേച്ചി. ഈ ഗാങ് റേപ്പ് ചെയ്ത ആൾക്കാരെ പോലീസുകാർക്ക് അറിയില്ലെന്നാ പറയുന്നത്. ഇൻ കേസ് അറിഞ്ഞാൽ എന്ത് ശിക്ഷയായിരിക്കും കിട്ടുക? കുറ്റവാളികളെ എത്രയും വേഗം കണ്ടുപിടിച്ച് തക്ക ശിക്ഷ അവർക്ക് കൊടുക്കും. പോലീസ് അവരുടെ പുറകെ തന്നെയുണ്ട്. അർജുൻ, എങ്ങനെ ഇരിക്കുന്നു മോനെ? ചിറ്റപ്പ കരയല്ലേ കരയില്ലടാ. എന്താ അർജുൻ ഇത്? എന്തൊക്കെയാടാ നിന്നെ പറ്റി കേൾക്കുന്നത്? അതെ ചിറ്റപ്പ, ഇതെല്ലാം ഞങ്ങളാ ചെയ്യുന്നത്. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാൻ നിയമവും കോടതിയൊക്കെ ഉണ്ടല്ലോ. സ്കൂളിലെ സിലബസ് മാറിക്കൊണ്ടേ ഇരിക്കുക ചിറ്റപ്പ. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ എനിക്കത് സഹിക്കാൻ പറ്റില്ല മക്കളെ. സിസ്റ്റം മാറണം എന്ന് എല്ലാവരും പറയും ചിറ്റപ്പ. പക്ഷെ സിസ്റ്റം മാറണമെങ്കിൽ ആരെങ്കിലും ഒരാളുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്തേ മതിയാകൂ. മണ്ടത്തരം വിളിച്ചു പറയല്ല അർജുൻ. ആ വിക്രം ഭായിനെ കൊല്ലുന്നത് അത്ര ഈസി അല്ല. ഇറ്റ്സ് ടു ഡേഞ്ചർ. ഇന്ന് എനിക്ക് സംഭവിച്ചു, നാളെ വേറെ ആൾക്കാർ സംഭവിക്കുക. പോലീസ് എങ്ങനെ ഇത് അറിഞ്ഞാലോ? ആ വിക്രം ഭായിയെ കൊല്ലുന്നവരെ ഞാൻ പിടികൊടുക്കില്ല ചിറ്റപ്പ. എക്സ്ക്യൂസ് മീ, അലക്സാണ്ടർ സാറിനെ കാണണം. നിങ്ങള് ദിസ് ഈസ് സുബ്രഹ്മണ്യം. താങ്കൾ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു സർ. വിക്രം ഭായിയുടെ ആളുകളുടെ കൊലപാതകത്തിന്റെ റിപ്പോർട്ട് കിട്ടി. ആര്? ആ ഗാങ് റേപ്പിൽ കൊല്ലപ്പെട്ട ആ പെൺകുട്ടിയില്ലേ സർ, അത് ചെയ്തത് മറ്റാരുമല്ല, വിക്രം ഭായിയും കൂട്ടരും തന്നെ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ആ കേസ് പെൻഡിംഗിൽ വെച്ചിരിക്കും. ഞാൻ അറിഞ്ഞിടത്തോളം വിക്രം ഭായിയുടെ ഗാങ്ങിലെ എല്ലാവരും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഒരാൾ പോലും ഇല്ല. ഇപ്പൊ അർജുനന്റെ മെയിൻ ടാർഗറ്റ് ഒരാളാണ്. വെയിറ്റിംഗ് ഫോർ യുവർ പെർമിഷൻ സർ. ഇമ്മീഡിയറ്റ്ലി അറസ്റ്റ് ചെയ്യും. നിയമം ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിന് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പോലീസും ഡിപ്പാർട്ട്മെന്റും ഒക്കെ എന്തിനാണ്? പോയി അറസ്റ്റ് ചെയ്യും. യെസ് സർ. Come on, open the door. Search. Sir, അർജുൻ മിസ്സായിരിക്കുക സാറേ. സെർച്ച് എവരിവെയർ. ചെക്ക് പോസ്റ്റ് മുഴുവനും പോലീസുകാരുണ്ടാവണം. അർജുൻ സിറ്റി വിട്ടു പോകാനുള്ള സമയമായിട്ടില്ല. ഓക്കെ സാർ. ഹലോ അർജുൻ, കം ഓൺ, സ്പീക്ക് ഔട്ട്. ടെൻഷൻ ആവണ്ട സാറേ. എന്റെ ചേച്ചിയെ കൊന്ന വിക്രമനെ കൊന്നിട്ട് ഞാൻ തന്നെ സറണ്ടർ ആയിക്കോളാം. നോക്ക് അർജുൻ, ഞാൻ പറയുന്ന മാത്രം കേൾക്ക്. എവിഡൻസ് ഉണ്ടെങ്കിൽ അത് എന്റെ കയ്യിൽ തരിക. ഞാൻ അവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാം. സാർ, നിങ്ങളുടെ കയ്യിൽ സെക്ഷൻ ഉണ്ടെങ്കിലേ അത് പൊളിച്ചെടുക്കാനുള്ള ലോയർ അവന്റെ കയ്യിലുണ്ട്. ഒരുപക്ഷെ ആ ലോയറിനാണ് ഈ സിറ്റുവേഷൻ വരുന്നെങ്കിൽ അവൻ എന്താ ചെയ്യാ സാറേ? അവനും ഒരു മകളുണ്ടെങ്കിൽ ഇത് തന്നെയാണ് സാറേ ചെയ്യാ. നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഒരിക്കലും നിയമം നമ്മൾ കയ്യിലെടുക്കാൻ പാടില്ല. അത് തെറ്റാണ് സാറേ. 66 വർഷത്തെ സ്വാതന്ത്ര്യം, 130 കോടി ജനങ്ങൾ അവർക്ക് വേണ്ടി എഴുതിയ നിയമങ്ങളിൽ ഇങ്ങനെയുള്ള വൃത്തികെട്ടവന്മാർക്ക് ബെയിൽ കൊടുക്കാന്നുള്ള നിയമത്തിന് ഹാറ്റ്സ് ഓഫ് സാർ. സല്യൂട്ട് മൈ ഡെമോക്രാറ്റിക് കൺട്രി. മണ്ടത്തരം കാണിക്കരുത് അർജുൻ. നീ ഒരു പ്രസ് റിപ്പോർട്ടർ. നീ നിനക്ക് സഹായം ചെയ്യുന്ന സുഹൃത്തിനോടൊപ്പം സറണ്ടർ ആയേക്ക്. നിനക്ക് ശിക്ഷ കിട്ടാതെ ഞാൻ നോക്കിക്കോളാം. ഒരുപാട് നേരം സംസാരിച്ച ട്രേസിയുടെ അവര്. ഹലോ ഹലോ ഹലോ. സാറേ, കട്ടായിന്ന് തോന്നുന്നു. കട്ടായതല്ല, അവൻ കട്ട് ചെയ്തതാ. ഹലോ, ഞാൻ വിക്രം ഭായിയാ സംസാരിക്കുന്നത്. അർജുനന് കോൾ ചെയ്തെന്നറിഞ്ഞു. എന്താ കാര്യം എന്ന് വെച്ചാ പറ. നീ എന്താ സംസാരിക്കില്ലേ? എല്ലാം നീ തന്നെ സംസാരിച്ച പിന്നെ ഞാനും സംസാരിക്കാൻ. എന്താടാ കളിയാക്കിയാണോ? അതേടാ. നീ ഡേ എന്ന് വിളിക്കുമ്പോ ഉത്തരം തരാൻ ഞാനെന്താ നിന്റെ കൂലിത്തല്ലുകാരനാണെന്ന് കരുതിയോ നീ? പോലീസ്! മരണത്തോടാ നീ കളിച്ചോണ്ടിരിക്കുന്നത്. മരണം കുറെ കണ്ടവനാടാ ഞാൻ. ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്തപ്പോ തന്നെ മെന്റലി ഫിക്സ് ആയി ഞങ്ങൾക്ക്. എനി ടൈം കൊല്ലാനും ചാവാനും ഞങ്ങൾ ഒരുക്കമാടാ. എടാ,
ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയെ ബഹുമാനിച്ച് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ പോഴന്മാരാണെന്ന് കരുതിയോ? ഞങ്ങൾക്കുള്ളിൽ ഒരു തീവ്രവാദി ഉണ്ടടാ. നിന്നോടൊരു ഫോർകാസ്റ്റിംഗ് ന്യൂസ് ഞാൻ പറയട്ടെ. ആ വലിയ സുനാമിയിൽ നീ മുങ്ങിച്ചാവുന്നതിന് മുമ്പ് സറണ്ടർ ആയേക്ക്. കാരണം നിന്റെ ആവേശത്തിനേക്കാൾ അവരുടെ ലക്ഷ്യമാണ് വലുത്. ബായ്. ആ പെണ്ണുങ്ങൾ എവിടെ ഉണ്ടെന്ന് പോയി അന്വേഷിക്കേ. ശരി ബായ്. അർജുൻ, 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 അർജുൻ. ഫയൽ എടുത്തിട്ട് വന്നോ? നിന്നെ കുറിച്ചുള്ള എല്ലാ രഹസ്യവും പോലീസുകാരെ അറിഞ്ഞു. സിറ്റി മൊത്തം നിന്നെ അന്വേഷിച്ച് നടക്കുക. അതൊക്കെ എനിക്കറിയാം. ഇത് നിന്റെ ചേച്ചി വിക്രം ഭായ് കിഡ്നാപ്പ് ചെയ്ത് CCTV ഫുട്ടേജാ. ഒരു കാര്യം ചെയ്യേ, ഇത് എങ്ങനെയെങ്കിലും അലക്സാണ്ടർ കയ്യിലെ ഏൽപ്പിക്കേ. ഓക്കെ. അർജുൻ, എന്താടാ ലേറ്റ്? ആ വിക്രം ഭായിനെ ഇന്ന് എങ്ങനെയെങ്കിലും കൊന്നേ മതിയാകൂ. അവനെ ടാർഗറ്റ് ചെയ്യുന്ന അത്ര ഈസി അല്ല അർജുൻ. ആദ്യം അവന്റെ വീക്ക്നെസ്സിൽ അടിക്കണം നമ്മൾ. അപ്പൊ അവരുടെ വീക്ക്നെസ് എന്താ? അവന്റെ അനിയൻ. അനിയനോ? അതെ, അവന്റെ അനിയനെ. അവനെ കിഡ്നാപ്പ് ചെയ്ത അവർക്ക് മൈനസ് പോയിന്റ്, നമുക്ക് പ്ലസ് പോയിന്റുമായി മാറും. ഇന്ന് വൈകുന്നേരം അവൻ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. സീക്രട്ട് ആയിട്ട് ദാബയിൽ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ പാർട്ടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും അവനെ കിഡ്നാപ്പ് ചെയ്തേക്കണം. ഇതെന്നെ ശരിയായ സമയം. നിന്റെ ചേട്ടന് ഫോൺ ചെയ്യടാ. ഹലോ അർജുൻ, എന്താടാ? എടാ, സ്വപ്നയെ അഞ്ജലിയും കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. ഇവനെ കൊല്ലാൻ നമുക്ക്. ഇവനെ കൊല്ലുന്നത് ആവശ്യമില്ലാത്തതാ. വിളിച്ചോണ്ട് വാടാ. ഇവനാന്നോടോ നമ്മുടെ ആൾക്കാരെ കൊന്നത്? അതെ ബായ്, ഇവൻ തന്നെ അവരെ കൊന്നിരിക്കുന്നത്. റഷീദ് എവിടാടാ? സ്വപ്ന എവിടെയാണെന്ന് പറ. അവള് പറ, ഇങ്ങോട്ട് കൊണ്ടുപോടാ. ഇതാടാ നിന്റെ അനിയൻ. മര്യാദയ്ക്ക് എന്റെ അനിയനെ വിട്ടേക്ക്, ഇല്ലെങ്കിൽ ഇവര്. അനിയ, നിനക്കൊന്നും പറ്റില്ലല്ലോ. എന്താടാ ചോദിച്ചപ്പോ തന്നെ പറഞ്ഞു വിട്ടത്? ഇപ്പൊ ഇവിടെ ഞാൻ കൊല്ലാൻ പോവുകയാണ്. അവനെ കൊല്ലാൻ വേണ്ടി മൈൻഡിൽ ഫിക്സ് ചെയ്തതിനു ശേഷം അവനെ വിട്ടിരിക്കുന്നേ. നിനക്ക് അത്രക്ക് ഈസി ആയിട്ട് കൊല്ലാൻ സാധാരണ തെരുവ് റോഡി ഒന്നും അല്ല ഞാൻ. ഈസ്റ്റ് ടു വെസ്റ്റ്, നോർത്ത് ടു സൗത്ത്, എല്ലാ സ്റ്റേറ്റും അടക്കി ഭരിക്കുന്ന ഭായ് വിക്രം ഭായ്. വിക്രം ഭായാലും അവന്റെ അച്ഛനായാലും ശരി, ഇന്ന് അവന്റെ കഥ കഴിഞ്ഞു. നീ എണ്ണിയിരുന്നോ? നിന്റെ ഓരോരുത്തരെയും നിന്റെ മുന്നിൽ വെച്ച് എന്നെ കൊന്നു തീർക്കും. അടിച്ച് കൊല്ലടാ അവനെ. നിന്റെ ചേച്ചിയെ കൊന്നതുകൊണ്ട് നീ വന്നു. നിന്നെ കൊന്നാൽ ആരാടാ വരാൻ പോകുന്നത്? എടാ, നീ ആയിരുന്നോ എന്റെ കൂടെ നിന്ന് എനിക്ക് ദ്രോഹം ചെയ്തോ നീ?
അർജുൻ ഈ ദേശത്ത് നീതിന്യായ വ്യവസ്ഥ എത്ര ഉണ്ടെങ്കിലും അതിന്റെ യഥാർത്ഥ ഉദ്ദേശം ഒന്നു തന്നെയാണ്. തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം. ഇന്ത്യയിൽ 70% യുവാക്കളാണ് ഉള്ളത്. അവർ വിചാരിച്ചാൽ ചരിത്രം തന്നെ മാറ്റി എഴുതാൻ സാധിക്കും. അതായത് ഒരു പുതിയ ചരിത്രം ഉണ്ടാക്കാൻ സാധിക്കും. തെറ്റ് ചെയ്തവൻ ഒരുപക്ഷെ നിയമത്തിൽ നിന്നും രക്ഷപ്പെടും. നീതി ദേവതയുടെ കണ്ണുകളെ കെട്ടാൻ സാധിക്കും. പക്ഷെ ഇതുപോലുള്ള യുവാക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇവർക്കുണ്ടായ ഈ ധൈര്യം എല്ലാവർക്കും ഉണ്ടാകണം. നമ്മുടെ മാതൃരാജ്യം തലയുയർന്ന് നിൽക്കണം. മേരാ ഭാരത് മഹാൻ.